അല്ല ഈ ഭാഗത്ത് കൊലക്കടയല്ല കലക്കടയിൽ കണ്ടപ്പോഴത്തേക്ക് എന്താണ് ഇവിടെ വരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ചൊന്ന് കയറിയെന്നേ ഉള്ളൂ. വീഡിയോ ആയിട്ട് പിടിക്കണം, ഫോട്ടോ എടുക്കണം. വീഡിയോ ആയിട്ട് പിടിക്കണം. വീഡിയോ അല്ലല്ലേ ചോദിച്ച് മനസ്സിലാക്കി ഓരോ കാര്യം. അപ്പൊ ശരിയെന്ന് ഞങ്ങൾ എല്ലായിടത്തോടൊന്നും കറങ്ങണം. ബാലരാമപുരം ബാലരാമപുരത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കലക്കടകളുടെ ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ കലങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന തന്നെ ഒരു ചന്തമാണ്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിനിടയിൽ ഒരു കൗതുക കാഴ്ചയുണ്ട്. ഈ കലക്കടകളുടെ ഇടയിൽ ഒരു ബാർബർ ഷോപ്പ്. കലത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് നോക്കരുത്, അവിടെ ബാർബർ ഷോപ്പും കാണാം. അതിൻ്റെ ഇടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പിടിച്ച് മുടി കെട്ടിക്കളയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ ഈ കലക്കടകൾ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഏരിയയിൽ എന്താണ് ഈ കലങ്ങളുടെ ഒരു ഏരിയ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ എന്താണ് പണ്ട് പോലെ ഈ കലങ്ങൾ ഈ ഏരിയയിൽ മാത്രം? ഈ ഏരിയയിൽ കുറേ കടകളുണ്ടല്ലോ. എന്താണ് ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ കൂടുതൽ കടകൾ വരുന്നത്? ഇവിടെ ഞാൻ ഇതിൻ്റെ അത് ഉണ്ടാക്കുന്നുണ്ടോ? എന്തോ ആ അല്ല, ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ബാലരാമപുരത്ത് അവിടെ കൈത്തറി, അപ്പുറത്ത് കൈത്തറി തെരുവ്. പണ്ട് പോലെയുള്ള കട തന്നെ ഇത് പണ്ട് പോലെയുള്ള തന്നെ നിങ്ങൾ? ബാക്കി എല്ലാം ഇത് പണ്ട് പോലെ ഉള്ളതുകൊണ്ട് ഇവിടെ നടത്തുക. പണ്ട് പോലെ ഉള്ളതുകൊണ്ട് ഈ ഏരിയ പിടിച്ചതാണ്. ഇവിടെ വന്നാൽ എല്ലാവർക്കും കല നോക്കിയെടുത്ത് വാങ്ങാം. കൂടുതൽ കംപ്ലൈൻറ്റ് ഇല്ലായിരിക്കും. ഇവിടുത്തെ ഇടനാടൻ കലയെന്ന് പറഞ്ഞു അതൊക്കെ കംപ്ലൈൻറ്റ്. അതിൻ്റെ ഇത് അതെന്താണ്? ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ കല അതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത്. അത് ഇത് വന്നിട്ട് ചുവന്ന കളർ, ചുവപ്പ് കളർ. ഇത് മറ്റേ മഞ്ചിരാവ്. ഇത് മണ്ണാണ്. മറ്റേ ഇത് ഭരണിയിലുള്ള ഇത് വന്നിട്ട് ഗുജറാത്ത്. ഭരണിയെ കൊണ്ട് അവിടെ നിന്ന് വണ്ണ അത് ഗുജറാത്തിലെ വണ്ണ. അല്ല ഇവിടെ നേരിങ്ങനെ തൊഴുക്കല്ലോ, അവിടെ ഇവിടെ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇനി അടുത്ത കടയിൽ പോയി അവിടുത്തെ വെച്ചിട്ട് നോക്കണം. ഇവിടെ കലങ്ങൾ മാത്രമല്ല, ഇവിടെ ഭരണികളും ഉണ്ട്. ഇവിടെ ആളെ കാണുന്നില്ല. ഇവിടത്തെയാണോ? ഇല്ല, ഞാൻ സാധനമൊന്നും വാങ്ങിക്കാൻ വന്നതല്ല. ഇവിടെ ഈ കലങ്ങളുടെ ഒരു ഏരിയ, ഇവിടെ ഈ ഭാഗത്ത് കലക്കടകൾ പണ്ടുപോലെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയാൻ വേണ്ടി വന്നതാണ്. പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകളായതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് വലിയ താല്പര്യമില്ല. എന്തായാലും നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ഞാൻ വിവരങ്ങൾ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ പറയാൻ. ബാലരാമപുരത്ത് അപ്പുറത്ത് കൈത്തറികളുടെ ഒരു കേന്ദ്രം, ഒരു തെരുവുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കലങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് കലങ്ങൾ വാങ്ങിച്ചുകൊണ്ട്, കലം ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കളിമൺ സാധനങ്ങൾ. ഇവിടെ അങ്ങോട്ടാണ് വഴിമുക്ക്, അങ്ങോട്ട് നെയ്യാറ്റിങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഇനിയിപ്പോൾ റോഡ് വീതി കൂട്ടുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങോട്ട് മാറുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ റോഡ് വീതി കൂട്ടാൻ സാധ്യതയുണ്ട്. ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവരെല്ലാം ഈ കലക്കടകൾ കണ്ടു കാണും. അപ്പോൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞ് നമ്മൾ പോയെന്നേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. വരൂ.